ഗുഡ് മോർണിംഗ്. ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ അറിഞ്ഞിരിക്കണം ഈ അപകട സാധ്യതകൾ. എണ്ണയില്ലാതെ പാചകം ചെയ്യുക എന്നത് നമ്മൾ ഇന്ത്യക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം തന്നെയായിരിക്കും. നമ്മൾ കൂടുതൽ ഭക്ഷണങ്ങളിലും എണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഒരിക്കൽ ഉപയോഗിച്ച് ബാക്കി വരുന്ന എണ്ണ നമുക്ക് കളയാനൊരു മടിയായിരിക്കും. എണ്ണ ലാഭിക്കാനോ അത് പാഴാക്കി കളയാതിരിക്കാനോ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെങ്കിലും ഇത് മാരക രോഗങ്ങളിലേക്ക് നമ്മളെ തള്ളിവിടുമെന്ന് നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഒരിക്കൽ പാചകത്തിന് ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കാമോ? ഈ എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ആരോഗ്യകരമായി എണ്ണ എങ്ങനെ വീണ്ടും ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. പൊതുവെ നമ്മൾ വീടുകളിലാണെങ്കിലും ഹോട്ടലുകളിലാണെങ്കിലും ഒരിക്കൽ ഉപയോഗിച്ച് എണ്ണ ബാക്കി വന്നാൽ ആ എണ്ണയുടെ വില ഓർത്തോ അല്ലെങ്കിൽ അത് പാഴാക്കി കളയണ്ടല്ലോ എന്നോർത്ത് ആ എണ്ണ തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാറുണ്ട്. പൊതുവെ ഹോട്ടലുകളിലാണ് കൂടുതലും ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത്. ഹോട്ടലുകളിലൊക്കെ കുറച്ച് എണ്ണയെടുത്ത് ആ എണ്ണ തീരുന്നതിനനുസരിച്ച് അടുത്ത പാക്കറ്റ് എണ്ണ വീണ്ടും അതേ എണ്ണയിലേക്ക് തന്നെ പൊട്ടിച്ചൊഴിക്കുകയാണ് പതിവ്. അതിൽ അവസാനം ബാക്കി വരുന്ന എണ്ണ അരിച്ചെടുത്ത് അടുത്ത ദിവസം ഇതേ എണ്ണയിൽ തന്നെയാണ് പാചകം ചെയ്യുന്നത്. ഇങ്ങനെ വീണ്ടും വീണ്ടും ഒരേ എണ്ണയിൽ തന്നെ പാചകം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു പഠനത്തിൽ പറയുന്നത് എണ്ണ കൂടുതൽ തവണ ചൂടാക്കുമ്പോൾ ഇതിൽ ഫ്രീ റാഡിക്കൽ രൂപപ്പെടും. ഈ ഫ്രീ റാഡിക്കൽ ഒരു കാർസിനോജനിക് ആണ്. ഇത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളോട് ചേർന്ന് കോശങ്ങളെ പെട്ടെന്ന് വളരാൻ പ്രേരിപ്പിക്കുകയും ഇത് മാരകമായ ക്യാൻസറിന് കാരണമാവുകയും ചെയ്യും. മാത്രമല്ല ഉപയോഗിച്ച എണ്ണ തന്നെ പിന്നെയും പിന്നെയും ഉപയോഗിക്കുന്നത് ഈ എണ്ണയിൽ ട്രാൻസ്ഫാറ്റ് പോലുള്ള ചീത്ത കൊളസ്ട്രോൾ കൂടുകയും ഇത് രക്തസമ്മർദ്ദം, ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയവയിലേക്ക് നയിക്കുകയും ചെയ്യും. ഈ അടുത്തിടെ നടന്നൊരു പഠനത്തിൽ പറയുന്നത് മുതിർന്നവരെക്കാൾ ചെറുപ്പക്കാരിലാണ് ഹാർട്ട് അറ്റാക്ക് കൂടി വരുന്നത് എന്നതാണ്. അതിനുള്ള പ്രധാന കാരണമായി വരുന്നത് ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക എന്ന ശീലം തന്നെയാണ്. റെസ്റ്റോറൻറ്റുകളിൽ നിന്നും മറ്റും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവർ ഉപയോഗിച്ച എണ്ണയെക്കുറിച്ചൊന്നും നാം ചിന്തിക്കാറില്ല. ഇതുപോലുള്ള മാരക അസുഖങ്ങൾ പിടിപെടുമ്പോഴാണ് നാം അതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഒരു തവണ ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. ട്രാൻസ്ഫാറ്റ് കളഞ്ഞ് പരമാവധി 3 തവണ ഉപയോഗിക്കാമെങ്കിലും ഇത് ഏത് തരം ഭക്ഷണം, ഏത് തരം എണ്ണ, എത്ര സമയം ചൂടാക്കി, എത്ര താപനിലയിൽ ചൂടാക്കി എന്നതിനനുസരിച്ചായിരിക്കും. എണ്ണ ചൂടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എണ്ണ ഒന്ന് പുകഞ്ഞു വരുന്നത് വരെ മാത്രമേ ചൂടാക്കാവൂ. ഒരിക്കലും തിളപ്പിക്കരുത്. എണ്ണ ചൂടാക്കുന്നതിനനുസരിച്ച് അതിലെ ഫാറ്റ് മോളിക്യൂൾ വിഘടിക്കുകയും ഇത് ട്രാൻസ് ഫാറ്റായി മാറുകയും ചെയ്യും. ഈ എണ്ണ നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ ഈ ട്രാൻസ് ഫാറ്റിൻ്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും. ട്രാൻസ് ഫാറ്റ് കൂടുതലായി നമ്മുടെ ശരീരത്തിലെത്തിയാൽ ഇത് ഹൃദ്രോഗം ഉണ്ടാക്കാനും കൊളസ്ട്രോൾ കൂട്ടാനും രക്തസമ്മർദ്ദം, അൽഷിമേഴ്സ്, അസിഡിറ്റി, പാർക്കിൻസൺ തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ കാരണമാവുകയും ചെയ്യും. ഇനി അഥവാ രണ്ടാമതും എണ്ണ ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒരു തവണ ഉപയോഗിച്ച എണ്ണ നല്ലപോലെ ചൂടാറിയ ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെക്കുക. ഈ എണ്ണ നമ്മൾ വീണ്ടും ഉപയോഗിക്കുമ്പോൾ എണ്ണ ഇരുണ്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എണ്ണ പെട്ടെന്ന് പുകയുകയാണെങ്കിൽ ഈ എണ്ണ വീണ്ടും ഉപയോഗിക്കരുത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങളുടെ ആരോഗ്യത്തിന് എപ്പോഴും നല്ലത് എണ്ണ ഒന്നിൽ കൂടുതൽ തവണ ഉപയോഗിക്കാതിരിക്കലാണ്. നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ അളവിൽ ഭക്ഷണം പാചകം ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എണ്ണ വീണ്ടും ഉപയോഗിക്കാനായി മാറ്റിവെക്കാനും കാണില്ല. ഒപ്പം തന്നെ ഹോട്ടൽ ഭക്ഷണം പരമാവധി കുറയ്ക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.